മന്ത്രം ഒരേ ഒരു അക്ഷരം മാത്രമുള്ള ഒരു മന്ത്രമാണ്. അതിൻ്റെ സാധനകൾ, അതിൻ്റെ ഉപാസന സമ്പ്രദായങ്ങൾ തികച്ചും വ്യത്യസ്തങ്ങളായ പല രീതിയിലുള്ളതാണ്. അതിൻ്റെ ശരിയായ രീതിയിലുള്ള സാധനാക്രമം കൊണ്ട് ഉപാസന സമ്പ്രദായം പിന്തുടരുന്നതിലൂടെ എല്ലാ അഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഫലപ്രാപ്തിയായിട്ട് പറയുന്നത്. ചുരുക്കത്തിൽ പ്രാചീന കാലത്ത് ചിന്താമണി എന്ന പേരിൽ അറിയപ്പെടുന്ന രണ്ടും, ഒരു രത്നമായാലും ഒരു മന്ത്രമായാലും, മനസ്സിൻ്റെ അഭീഷ്ടങ്ങളെ സാധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇതൊക്കെ ഒരുപക്ഷെ ഒരു പ്രതീകാത്മക ചിത്രമായേക്കാം. പക്ഷേ അതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടതായ ഒരു രഹസ്യമുണ്ട്. മനസ്സിലുണ്ടാകുന്ന ന്യായമായ ഏത് ആഗ്രഹവും സാധ്യമാക്കുന്നതിനുള്ള ചില പ്രത്യേകമായ സൂത്രവിദ്യകൾ ഭാരതീയ അനുഷ്ഠാന സമ്പ്രദായങ്ങളിൽ പണ്ടേ ഉണ്ട്. അതാണ് ഈ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് യോഗപീഠം. യോഗ എന്നുള്ള വാക്കിൻ്റെ ഒറ്റ വാക്കിൽ ഇംഗ്ലീഷിൽ പറയുമ്പോൾ യൂണിയൻ എന്നാണ്. യോജിച്ച് ചേരുന്നത്, അതാണ് യോഗ. യോഗം എന്ന് ഉള്ള വാക്ക് നമ്മൾ സർവ്വസാധാരണമായിട്ട് കേൾക്കുന്നതാണ്.